എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും ഒരു ഓണം വന്നിരിക്കുകയല്ലേ. സോ ഈ അടുത്ത ഓണം എനിക്കൊന്നുകൂടെ സ്പെഷ്യലാണ് കേട്ടോ. ഞാനൊരു ന്യൂ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ന്യൂ ചാപ്റ്റർ, ന്യൂ ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാമാണ് കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം നല്ല എക്സൈറ്റഡ് ആണ്. സോ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു 8:30-9 മണി ടൈമിലായിട്ടാണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ സലൂണിൽ പോയത്. ആൾക്ക് ഹെയർ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ നമുക്ക് സാരി ഡ്രൈപ്പ് ചെയ്യുന്ന അവരായിരുന്നു. അപ്പോൾ നമ്മൾ സാരി എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അണ്ടർസ്കേർട്ടും സാരി ആയിട്ട് ഒരു മാച്ചും ഇല്ല കേട്ടോ. ഭയങ്കരമായിട്ട് സീത്രൂ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് നേരെ സീമാട്ടിയിൽ പോയിട്ട് ഞാൻ 2 അണ്ടർസ്കേർട്ടൊക്കെ വാങ്ങി. ആ ടൈമിൽ ഓളെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിട്ട്. പിന്നെ ഓൾക്ക് ഹെയർ സ്റ്റൈലിങ്ങിനും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയിട്ട്, നമ്മൾ ഹോസ്റ്റലിൽ പോയിട്ട് മേക്കപ്പും ചെയ്തിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പം തന്നെ ഏകദേശം 12:30 ആയിട്ടുണ്ട്. രാവിലെ 10:30 തുടങ്ങിയ പ്രോഗ്രാമാണ്. അപ്പം തന്നെ എല്ലാവർക്കും നല്ല ബാഡായി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തലും ഇവിടെ ഫുള്ള് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റിന് റാമ്പാൾക്കാട്ടോ നടന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ നമ്മളതിൽ കയറിയിട്ട് അതൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കുണുങ്ങി പോകുന്നതാട്ടോ നമ്മളെ സാറ്, റോഷൻ സാറ്, നമ്മളൊരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നുണ്ട് ആള്. അപ്പോൾ ഇവിടെ പരിപാടി നല്ല സെറ്റായിട്ട് നടക്കാട്ടോ. എല്ലാവരും നല്ല ഓണമൂടിലാണ്. സോ ഇതേന്നിട്ട് നമ്മളെ ഓണത്തിൻ്റെ പേര് ഡി ഓണം യൂണിറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഷോ കാട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷിഫ. അപ്പോൾ ഈ വരുന്നവരൊക്കെ എൻ്റെ പുതിയ ഫ്രണ്ട്സാണ് കേട്ടോ. ഒക്കെ നമ്മളെ ക്ലാസ്സിലുള്ളവരാണ്. അപ്പോൾ അവിടെ ഓരോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് നമ്മൾ സാരിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, മേക്കപ്പ് ഒക്കെ റെഡിയാക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റാമ്പ് വാൾക്ക് ഏതായാലും കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലെ ബോയ്സിൻ്റെ റാമ്പ് വാൾക്ക് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് വല്ല ഷോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ റാമ്പ് വാൾക്കിന് ശേഷം നമ്മൾ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഗെയിം തന്നെ മറ്റേ സ്ട്രോ ആൻഡ് കപ്പ് വെച്ചിട്ടുള്ള ഒരു ചലഞ്ച് ഇല്ലേ, അതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ടീമാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, 1, 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ടീമിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ടീമുകളൊക്കെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീം 3 ആൾക്കാർക്കടാ. അപ്പോൾ ഈ ഗെയിം ഏകദേശം കഴിയാനായിട്ട് നമ്മൾ നേരെ ഇവിടെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ റെസ്റ്റിംഗ് റൂം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരാളത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ ഉള്ള ബാഗ് കാണാനില്ല. ഉള്ള ബാഗ് ഞാനെടുത്ത് അവിടെ ലോക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അത് സെറ്റ് ചെയ്ത് കണ്ട് ഇവിടെ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ബാഗ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഓളത്തൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് കണ്ട് നെക്സ്റ്റ് ഗെയിമിലോട്ട് കിടക്കാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഗെയിം മറ്റേ ലെമൺ സ്പൂൺ ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടാളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആ ബോയ്ക്കാണ് പ്രൈസ് കിട്ടിയതെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല, ഞാൻ ഓരോ തിരക്കിൽ ഇങ്ങനെ വിട്ടുപോയി. സോ പിന്നെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഗായ്സ്. എല്ലാവരും ഞാൻ പിന്നീട് ഒരു വ്ളോഗിൽ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആക്ച്വലി ഞാൻ തന്നെ എല്ലാവരും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. പേരൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ വന്നിട്ടാകെ 1 വീക്കേ ആയിട്ടുള്ളൂ. 2 വീക്സ് ആയിട്ടുണ്ട് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ലെമൺ സ്പൂണിൻ്റെ ഫൈനൽ സ്റ്റേജ് ആട്ടോ. ഇവർ ഒന്നും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. ആരാണ് വിൻ ചെയ്യാൻ നോക്കുക. അങ്ങനെ ഏതായാലും ഈ ബോയ് ആണ് വിൻ ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അടുത്ത ഗെയിം ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നെക്സ്റ്റ് എന്ത് ഗെയിമാണെന്നൊക്കെ. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ഇടയിൽ എന്തോ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. പിന്നെ പാട്ടൊക്കെ ഇട്ട് വെറുതെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങളെ വക ഇവിടെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാ എല്ലാവരും വെറുതെ ഇങ്ങനെ കടന്ന് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ 3 ചെക്കന്മാർ 3 പ്ലാൻ ചെയ്തിട്ട് ഡ്രസ് കോഡ് ചെയ്ത് വന്നാണ്. നമ്മൾ പിന്നെ ഗേൾസ് മാത്രം ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ്ലി ഡ്രസ് കോഡിലോട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഡ്രസ്സ് ചെയ്ത് വന്ന് എല്ലാവരും ഒരു മെറൂൺ തീമിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ഗായ്സ്. ഇതൊക്കെ ഭയങ്കര ഹറിബറിയിൽ ചെയ്ത മേക്കപ്പാണ്. അപ്പോൾ അതിൻ്റെതായിട്ട് എല്ലാതും കാണുന്നുണ്ട്. പിന്നെ
സെറ്റിംഗ് സ്പ്രേ അടിക്കാതെ വന്നിട്ടില്ല, പിന്നെ ഫുള്ള് വിയർത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ സാരി റെഡിയാക്കാൻ പോയതായിരുന്നു. ഞാൻ ആക്ച്വലി സലൂണിലൊരു ഡ്രൈപ്പിസ്റ്റിൻ്റെ അടുത്താണ് പോയത് കേട്ടോ. അപ്പോൾ ആൾ ചെയ്തപ്പോൾ ഫുള്ള് നല്ല ഭംഗിയിൽ വൃത്തിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി പെട്ടെന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇറങ്ങി ആകെ ഇവിടെ എത്തിയപ്പോൾ പിന്നെ സാരിക്ക് എന്തോ ഒരു പ്രശ്നം, സാരി ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ഞാൻ ഇതുകൊണ്ട് അങ്ങ് ഇടങ്ങേറായി എന്ന് പറയാലോ. ആകെ കൂടെ എന്തോ ആയിട്ടോ. ഞാനിതിങ്ങനെ നടക്കുമ്പോൾ ഈ സാരി ഇങ്ങനെ റെഡിയാക്കി നടക്കലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഈ പോക്ക് സോങ് കേൾക്കണ്ടായിരുന്നു. അവിടെ നല്ല അടിപൊളിയായിട്ട് പാട്ട് കേട്ടപ്പോൾ അതിൻ്റെ കൂടെ പോവാണ്. അതാണ് ഈ തുള്ളി പോകുന്നത്. നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വരുന്നതാണ് നമ്മളെ മെയിൻ ആള് നിസാം സാറ്, ഡിമാൻഡ് സ്കൂൾ ഡെസ്ക് മീഡിയൻ്റെ ഒക്കെ ഫൗണ്ടറാണ്. അപ്പോൾ ആൾ ഗെയിം ആയിരുന്നു, ആളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഗെയിമിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് അതിനോടൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഗേൾസ്. ഫസ്റ്റ് മൂസിന, പിന്നെ ഞാൻ, പിന്നെ ഷിഫ, പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ഓളെ പേര് ഹിബ എന്നാണ്. അപ്പോൾ ആൾ ഭയങ്കര ബിസി ആയിട്ട് അവിടെ എവിടെയോ നടക്കുന്നുണ്ട്, അതാണ് വ്ളോഗിൽ കാണാത്തത്. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ ടീം വരുന്നത്. നമ്മൾ മൊത്തത്തിൽ 4 ഗേൾസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഗെയിംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, അത് കുറച്ച് കഴിഞ്ഞ ഗെയിം കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ഗെയിം കളിക്കുന്ന ആളാണ് കേട്ടോ നമ്മളെ ഫ്രണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരാളും കൂടെ ഉണ്ട്, അതാണ് ആളെ പേരാണ് ഹിബ. അപ്പോൾ ആളിത് ഫസ്റ്റിൻ്റെ റൂട്ട് മാറി വേറെ സൈഡിലോട്ടാട്ടോ പോകുന്നത്. അപ്പം മൊത്തത്തിൽ കൂടുതലുള്ളവർക്ക് ഭയങ്കര പ്രോത്സാഹനം, നടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. കൂട്ടാനെണ്ണം 12. അപ്പൊ കറക്റ്റായ ആൾക്കാർക്ക് എത്ര? 12. അല്ലല്ല, കറക്റ്റ് ആയിട്ടുള്ള ആള് ഫുഡ് കഴിച്ചു കൊടുത്ത ഫസ്റ്റ് ഡാൻസ് ഓരോ വകയാണ് ഇവിടെ. ഫസ്റ്റ് ഡാൻസ് ഓരോ വകയാണ്. ആരെ കറക്റ്റ് ആയിട്ട് അങ്ങനെ പിന്നെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ ഫുഡ് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമ്മളോടൊക്കെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ പാട്ട് കേട്ട പിന്നെ നമ്മൾ തുള്ളണമല്ലോ. അപ്പോൾ ഷിഫൻ്റെ വകയാണ് കേട്ടോ തുള്ളിൽ ഇവിടെ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾക്ക് എന്തോ സ്റ്റെപ്പ് അറിയുന്ന ഡാൻസ് ആണെന്ന് തോന്നുന്നു, സ്റ്റെപ്പ് അറിയുന്ന പാട്ടാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ വകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സൈഡിൽ കാര്യമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ നടക്കാം കേട്ടോ. നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. ലാസ്റ്റാണ് അതൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇവിടെ ഭയങ്കര ഡാൻസ് ആട്ടോ ഷിഫ. ഓളെ ക്ലാസ്സിൻ്റെ ഡാൻസിന് വേണ്ടി വിളിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര ഡൈറ്റ് ആയിരുന്നു. ഇപ്പം എന്താ ഭയങ്കര ചാടിക്കളി. അപ്പോൾ അത് പറയുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ മൂസിന് അതിൻ്റെ ഇടയിൽ എന്തോ കോളിലൊക്കെ ഭയങ്കരമായിട്ട് ബിസി ആയിട്ട്. നമ്മളിപ്പോഴാണ് ആക്ച്വലി ഓണമുടിയിലോട്ട് വന്നത് കേട്ടോ. നമ്മൾ വന്ന് കാറിനൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര തിരക്കിൽ ഇറങ്ങിയതായിരുന്നു. പിന്നെ റൂമിലൊക്കെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്തൊന്ന് റെഡി ആയിട്ട് ഇപ്പോഴാണ് ആ വൈബ് പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ലാലു, ഇവൻ്റെ കൂടെയായിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഓൻ്റെ കാറിലാണ് നമ്മളെല്ലാവരും കൂടെ വന്നത്. അപ്പോൾ ഓന് നമ്മൾ കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഫുള്ള് എല്ലാവരും ഒരേപോലെ ഡാൻസ് കളിക്കായിരുന്നു കേട്ടോ. കുറേ ടൈം ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ചിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഈ നിൽക്കുന്ന നമ്മുടെ ക്ലാസ്സിൽ 2 പ്രധാന വ്യക്തികളാണ്. വലിയ കാര്യം എന്തൊക്കെ സംസാരിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സദ്യയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് എൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ എടുപ്പിച്ചു, സാരിയുടെ ക്ലിപ്സ്. അപ്പോൾ ഇതാണ് സാരിൻ്റെ കോലം. ഈ കോലം കണ്ടാൽ തന്നെ അറിയാം സാരി എടുത്ത് റെഡി ആയിട്ടില്ല എന്ന്. പിന്നെ ഇതാ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കാന്നേ. ഇന്ന് ഓണമായിട്ട് ഞാൻ എൻ്റെ സിംഗിൾ ഫോട്ടോ കവർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. വ്ളോഗർ ബിപത്തു. അങ്ങനെയാണ് പ്രശ്നം. എനിക്കാണെങ്കിലോ എത്ര തന്നെ ഫോട്ടോസ് എടുത്തിട്ട് ഒന്നും സെറ്റ് ആവണില്ല കേട്ടോ. ചില ടൈം അങ്ങനെ കാര്യം ഫോട്ടോ എടുത്താലൊന്നും സെറ്റ് ആവില്ല. മുഖമൊക്കെ എന്തോ പോലെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് നിൽക്കണ പോലെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്കൊരു മൂഡ് പോയി നിൽക്കുന്നുണ്ട്. എനിക്ക് നല്ല ചടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാക്സിമം കുറേ എൻ്റെ ഫോട്ടോസ് എൻ്റെ ഫോണിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആള് നിസാം സാറായിട്ട് ഷിഫ നിസാം സാറായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കണ്ടായിരുന്നു. എൻ്റെ വ്ളോഗാന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊക്കെ ഇങ്ങനെ പോസ് ചെയ്ത് തരാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ എൻ്റെ മേക്കപ്പ് ഇങ്ങനെ ഒലിച്ച് പോകുന്നുണ്ട്. എല്ലാവരും ഒരു ടിഷ്യൂ പിടിച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ചത് ടയേർഡായിട്ട് നിൽക്കുന്നുണ്ട്. ഫുൾ എല്ലാവരും വിയർത്ത് വിളിച്ചിട്ടാണ് നിൽക്കണത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കുറേ ഫോട്ടോസ് ഇങ്ങനെ എടുപ്പിച്ചുകൊണ്ടിരിക്കാന്ന് കേട്ടോ. അപ്പം നമ്മൾ ഡെസിഗ്രോയും ഡിമാൻഡും കൂടെ കേട്ടോ നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. അങ്ങനെ പിന്നെ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ സദ്യ ഇങ്ങനെ വിളമ്പാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന്. അപ്പോൾ എല്ലാവരും ടിഷ്യൂ കയ്യിൽ പിടിച്ചിങ്ങനെ നടക്കാമെന്ന് ഞാൻ.
അപ്പോൾ സദ്യയിൽ നല്ല അടിപൊളിയായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ എല്ലാം കൂടെ ഒന്ന് ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ നല്ല ടയർഡായപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാനൊന്നും വെക്കില്ല. അപ്പോൾ രാവിലെ നമ്മൾ ഒന്നും കഴിക്കാതെ കേട്ടോ ഡ്രസ്സ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ നമുക്ക് വിശന്നൊരു ആയി. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാനൊന്നും അങ്ങ് വെക്കുന്നില്ല. പിന്നെ ഞാൻ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് വിട്ട് മിസ് ചെയ്യാൻ പാടില്ലല്ലോ, പിന്നെ റിഗ്രറ്റ് അടിക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ച് നേരെ റൂമിൽ വന്നിട്ട് മേക്കപ്പ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ. എല്ലാം ഒന്ന് മാറ്റി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കാം. അപ്പോൾ ഇവിടെ ഒരാൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ സുന്ദരിയായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമ്മൾ ഏതായാലും ഓരൊക്കെ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇവരൊക്കെ കാറിൽ AC ഇട്ടുകൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാന്ന്. പിന്നെ നമ്മൾ നേരെ കാറിൽ കയറിയിട്ട് ഒന്ന് സമാധാനത്തോടെ കുറച്ചധികം ടൈം ഇരുന്നു. പിന്നെ നെക്സ്റ്റ് ഗെയിം സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നു. അപ്പോൾ അത് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമുക്ക് കുറച്ച് പൂക്കളെ കിട്ടി. അതിന് റോസാപ്പൂ കിട്ടി. അവിടെ പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂ കൊടുന്ന് വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പൊക്കിയെടുത്താട്ടോ. പക്ഷെ പൂ ഇട്ടിട്ടില്ല, മീൻസ് പൂക്കൾ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് വെച്ച് വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഷോ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഗെയിം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ കലാപരിപാടികൾ ആരംഭിക്കാൻ കേട്ടോ, പാട്ടും ഡാൻസ് ഒക്കെ തുടങ്ങാൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ സെയ്ദിനെ വിളിച്ചിട്ട് ഓനോട് ഒരു പാട്ട് പാടാൻ പറയാൻ. അപ്പം നമ്മളെ ക്ലാസ്സിലെ ഒരു മെയിൻ സിംഗറാണ് കേട്ടോ ആള്. അപ്പോൾ ആളോട് പാട്ട് പാടാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാട്ടിനൊക്കെ ശേഷം നമ്മൾ കാത്തിരിക്കുന്നത് നമ്മളെ സ്വന്തം ഡാൻസ് ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് സോങ് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പം നമ്മളെ ഡാൻസിന് ശേഷം നിസാം സാറിൻ്റെ ഭാഗത്ത് നല്ല അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ആളെ സിംഗിൾ ഡാൻസ് ഒന്നും ഞാൻ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആൾ നല്ല ഡാൻസ് കളിക്കുന്നുണ്ട്, ഫുൾ എനർജിയിൽ വന്ന് ഭയങ്കര കളിയായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ മാക്സിമം ഞാൻ കുറച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെയുള്ള ക്ലിപ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ വിട്ടിട്ടുള്ളത്. അങ്ങനെ പിന്നെ അതൊക്കെ ശേഷം പിന്നെ നമ്മൾ സീനിയേഴ്സിൻ്റെ ഡാൻസ് ആയിരുന്നു, നമ്മൾ തൊട്ട് മുന്നിലുള്ള ബാച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമല്ല ഡാൻസ് കളിക്കുന്നത്. പ്രോഗ്രാമിൻ്റെ തലേന്ന് പിടിച്ച് ആ ഈവനിങ് പിടിച്ചിട്ട് കുറച്ച് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അതാട്ടോ കളിച്ചത്. അപ്പോൾ എന്തായാലും ലാസ്റ്റൊക്കെ ഫുള്ള് തെറ്റിക്കാണ്ടായിരുന്നത്. പിന്നെ ഞാനത് ഫുൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, കാരണം അത്യാവശ്യം നല്ല ലെങ്ത്ത് ഇപ്പോൾ തന്നെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സീനിയേഴ്സിൻ്റെ കൂടെ നമ്മൾ നിസാം സാറും നമ്മൾ സീരിയസ് ഹെഡൊക്കെ കൂടിയിട്ട് ഓല വകയും ലാസ്റ്റ് ഡാൻസ്
ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏതായാലും നമ്മളെല്ലാവരും കൂടെ ഫോട്ടോസ് എടുക്കാം, മൊത്തത്തിൽ എല്ലാവരും വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഫസ്റ്റ് ഒരു ഡെസിഗ്രോ മീഡിയ മാത്രം ചെയ്തു, പിന്നെ നമ്മളെല്ലാവരും വീഡിയോസ് എടുത്തു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നു. നമ്മൾ റീൽസിനുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വടംവലി മത്സരമാണ്. അത് ക്ഷയിക്കുമെന്ന് നമുക്ക് നോക്കാം. സ്ഥാനാർത്ഥികളോ വടംവലി മത്സരമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല ഫ്രീ ആയി ഇവിടെ ചെയറൊക്കെ ഇട്ടിരുന്ന് ഇങ്ങനെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണേ. ഒരു 50,000 രൂപ തരാമെന്നുണ്ടായിരുന്നു. അയാൾ ഒരിക്കലും എന്നെ രാത്രി വിളിച്ചു വരുത്തി നാട്ടിലേക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ ഭയങ്കര തള്ളാട്ടോ, എന്തൊക്കെയോ വലിയ സിനിമ അതൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പരിപാടി അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ടീമായിട്ട് ഇങ്ങനെ മാറി മാറി മത്സരിക്കുന്നുണ്ട്. അപ്പം നമ്മളതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ച് ടൈം സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ കുറച്ച് എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഫിറ്റ്സൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ പോയി എടുത്തു. അത് പിന്നെ മാൻഡറ്ററി ആണല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പരിപാടിയിലോട്ട് കിടക്കാന്ന്. അങ്ങനെ വടംവലി മത്സരത്തിൽ ഇവരാട്ടോ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രൈസൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ വടംവലി മത്സരത്തിന് ഇവർക്ക് പ്രൈസ്, റാംവാൾക്കിന് ഇതാ ഇവർക്കാട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവർക്കും ഉള്ള പ്രൈസൊക്കെ കൊടുത്തു. നമുക്കും കിട്ടി, നമുക്ക് ഡാൻസിനാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമുക്കുള്ള പ്രൈസ്. എന്തോ നമ്മൾ പേടയാണ് കരുതി കണ്ടാണ് ഓപ്പൺ ചെയ്തത്, പക്ഷെ അത് പേടൊന്നുമല്ല, എന്തോ പാൽപ്പൊടി എന്തോ ആണ്. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഫൈനൽ ഫുൾ കലാശക്കൊട്ടായിരിക്കുമല്ലോ, ഫുള്ള് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഫുൾ മാക്സിമം എല്ലാവരും എനർജി ഒക്കെ യൂസ് ചെയ്തിട്ട് ഫുൾ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുന്നു. അപ്പം തന്നെ ഏകദേശം ഒരു 6:30-7 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളെ ഓണ പ്രോഗ്രാം. ഞങ്ങളെ പരിപാടി കഴിഞ്ഞു. ആരാന്നൊന്നും അറിയില്ല. എന്താത് ഇപ്പത്താത്തൊക്കെ കൊറേ നേരമായി ഞാൻ വീഴണോ, നന്നായിട്ട് വീഴണോ. ബൈ ബൈ പറയൂ. വെള്ളം കുടിക്ക, ഒരു ബൈ പറഞ്ഞോ. കണ്ണും തുറക്കൂലേ. നിങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കണം. നിങ്ങൾ കൊറേ ഉണ്ട്, എല്ലാവരും തലുണ്ട്. ഒരു ബൈ പറഞ്ഞാണി എൻഡിങ് ആണ്.
അപ്പോൾ ഇത്ര ഉള്ളൂ എന്നിട്ട് നമ്മൾ ഓണപ്പരിപാടി വന്നിട്ട്. അപ്പോൾ ഓണപ്പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. നമ്മളെല്ലാവരും കാറിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോകാൻ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വെള്ളം കുടിക്കുക, ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൈമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അത്യാവശ്യം എല്ലാവരും നല്ല ടയേർഡ് ആയിക്കണം കേട്ടോ ആ ടൈമൊക്കെ ആയപ്പോഴത്തിന്. അങ്ങനെ പിന്നെ ലൈമൊക്കെ ഓർഡർ ചെയ്ത് അത് വന്ന് അത് കുടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ടൈം അവിടെ വർത്താനം പറഞ്ഞിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത്രേ ഉള്ളൂ ഗായ്സ്. ഹാപ്പി ഓണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ.